കോട്ടയം നീറിക്കാട് മക്കളുമായി യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവും ഭർത്തൃപിതാവും റിമാൻഡിൽ. കേസിൽ നീറിക്കാട് സ്വദേശി ജിമ്മിയെയും പിതാവ് ജോസഫിനെയും ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ സനോജ് സുരേന്ദ്രൻ ചേരുകയാണ് കോട്ടയത്ത്. സനോജ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇന്നലെയാണ് ഇരുവരെയും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഏറ്റുമാനൂർ പോലീസ് വിളിച്ചു വരുത്തിയത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ഇന്നലെ രാത്രി വൈകുന്നേരത്തോടു കൂടിയാണ് ഇരുവരെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. പിന്നീട് ഇന്ന് രാവിലെ ഇരുവരെയും വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം, ഇന്ന് കോടതി അവധിയായതിനാൽ മജിസ്ട്രേറ്റിന്റെ വസതിയിലെത്തിയാണ് ഇരുവരെയും ഹാജരാക്കിയത്. തങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നും അതിനാൽ ജാമ്യം അനുവദിക്കണമെന്നും പ്രതിഭാഗത്തിന് വേണ്ടി അഭിഭാഷകൻ വാദിച്ചുവെങ്കിലും കോടതിയിൽ പോലീസ് ശക്തമായ മറുവാദമാണ് ഉയർത്തിയത്. ഇരുവരുടെയും മാനസിക പീഡനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുത്തോലി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന അഡ്വക്കേറ്റ് ജിസ്മോൾ ആത്മഹത്യ ചെയ്തത്. അത്രമേൽ മാനസിക സമ്മർദ്ദമുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. അതിന് വ്യക്തമായ തെളിവുകളുണ്ട്, വാട്സാപ്പ് സന്ദേശങ്ങളുണ്ട്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടി കോടതി സ്വീകരിക്കണമെന്നുള്ള ആവശ്യം പോലീസ് ഉന്നയിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജിസ്മോളുടെ ഭർത്താവ് ജിമ്മിയെയും പിതാവ് ജോസഫിനെയും കോടതി റിമാൻഡ് ചെയ്തത്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. സനോജ്, ഈ ജിസ്മോൾക്ക് ജോലിക്ക് പോകാൻ പോലും കഴിയാത്ത തരത്തിലേക്കുള്ള പീഡനം ഈ ഭർത്താവ് നടത്തിയിരുന്നു, ജിമ്മി നടത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് ഇത് ശക്തമായി തന്നെ കോടതിയിൽ അവതരിപ്പിച്ചു കാര്യങ്ങളൊക്കെ തന്നെ. തീർച്ചയായിട്ടും ശക്തമായ വാദപ്രതിവാദങ്ങൾ നടന്നുവെങ്കിലും പോലീസിന്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ഇരുവരെയും റിമാൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്നുള്ളതാണ് കോടതിക്ക് മുമ്പിൽ പോലീസ് വ്യക്തമാക്കിയത്. കാരണം വാട്സാപ്പ് സന്ദേശങ്ങൾ, മാനസിക പീഡനം വെളിവാക്കുന്ന സന്ദേശങ്ങളാണ് തെളിവുകളായി ഉള്ളത്. ഈ തെളിവുകൾ പരിശോധിച്ചുകൊണ്ട് ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നുള്ള വാദം പോലീസ് ഉയർത്തി. എന്നാൽ തങ്ങൾ കുറ്റക്കാരല്ല എന്നും ആത്മഹത്യ ചെയ്യുന്നതിനുള്ള യാതൊരു പ്രകോപനവും തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുമായിരുന്നു പ്രതിഭാഗത്തിന് വേണ്ടി വാദങ്ങൾ ഉയർത്തിയത്. എന്നാൽ ഈ വാദങ്ങൾ തള്ളിക്കൊണ്ട് കോടതി ഇരുവരെയും റിമാൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. നേരത്തെ മക്കളായിട്ടുള്ള നോറ 1 വയസ്സുകാരിയും 5 വയസ്സുകാരിയുമായ 2 പെൺമക്കളെയുമായിട്ടാണ് അഡ്വക്കേറ്റ് ജിസ്മോളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുത്തോലി പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു, ഹൈക്കോടതിയിലെ അഭിഭാഷകയായിരുന്നു. അത്തരത്തിൽ പൊതുസമൂഹത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു യുവതിയാണ്. അത്രമേൽ മാനസിക സമ്മർദ്ദം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ആത്മഹത്യ ചെയ്യാൻ ഇടയാക്കിയത് എന്നുള്ളതായിരുന്നു പോലീസിന്റെ വാദം. ഈ വാദമാണ് കോടതി അംഗീകരിച്ചത്.